ഹലോ, നമുക്കിന്നൊരു പൊതി ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞാൻ പലതവണ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പൊതി ബിരിയാണിയാണ് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുക. പൊതി ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ദേ ഒരു സൈഡിൽ ബിരിയാണി, ഒരു സൈഡിൽ നല്ല പൊരിച്ച ചിക്കനുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണി ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ആദ്യം തന്നെ ഞാൻ സബോള ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ സബോള നമ്മുടെ എന്താ പറയുക ബിരിയാണിക്കല്ല കേട്ടോ, ഇത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടാണ്. അപ്പുറത്ത് വറുക്കുന്നത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ സബോള നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റായിട്ട് ചേർത്തു. പിന്നെ ഞാൻ തക്കാളി എപ്പോഴും കൂടുതൽ ഇടാറുണ്ട് കേട്ടോ, അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുമ്പോൾ. അങ്ങനെ നമ്മൾ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം വഴറ്റി നല്ല സോഫ്റ്റ് ആവാൻ നേരത്ത് നല്ലോണം സോഫ്റ്റ് ആവണം. അതിനുശേഷം ഞാൻ കുറച്ച് സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മറ്റേ മുളക് പൊടി, നമ്മൾ സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മസാലപ്പൊടിയും കുറച്ചിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾ നന്നായി സോഫ്റ്റായിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്കിതെല്ലാം സെറ്റാക്കി കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് ഓയിലും അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി വന്നപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആ മസാലയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് പുതിയനില, മല്ലിയില, പിന്നെ അതുപോലെ തന്നെ രമ്പയില നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ഒരു ടൈപ്പ് ഓഫ് ഇലയാണ്. അതും ചേർത്ത് കൊടുത്തു. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ ബിരിയാണിയുടെ മസാല സെറ്റും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇതിലാണ് അരി വേവിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അളവ് കേട്ടോ. ബിരിയാണി എപ്പോഴും വയ്ക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് പോട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിള തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അരി കഴുകി വൃത്തിയാക്കി ഇട്ടു. പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായി മസാലയൊക്കെ പിടിച്ച് വന്നപ്പോൾ കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി മുകളിൽ തൂവി കൊടുത്തു. അങ്ങനെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തു. ബിരിയാണി റൈസ് വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പുതിനയില, രമ്പയില അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഒന്ന് സെറ്റാക്കി ദം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ കറി, ബിരിയാണി, പിന്നെ ഈ 2 സാലഡും വെച്ചിട്ട് നമ്മൾ ബിരിയാണി കെട്ടിയിട്ട് ആവിയിൽ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊതി ബിരിയാണി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ നോർമൽ ബിരിയാണി ഇങ്ങനെയും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോബിൻ ചേട്ടൻ്റെ പൊതി ബിരിയാണി കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളി ഫ്ലേവറായിരുന്നു. ആ ഇലയിലിരുന്ന് ആ എന്താ പറയുക ആവി കയറിയ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കിഡിലനായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.